ഞാൻ ഇന്ന് ജപ്പനീസ് ബി എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജ്വരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്? ജപ്പനീസ് ബി എൻകഫലൈറ്റിസ് വാക്സിൻ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ജനുവരി തൊട്ട് കൊടുക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ജനമനസ്സിലുണ്ടാവുന്ന കുറേയേറെ സംശയങ്ങൾ. എന്താണ് ജപ്പാൻ ജ്വരം? അതിനെന്താണ് ഇത്ര പ്രത്യേകത? അതിന് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പകർച്ചവ്യാധികൾ, നിപ്പ, ഈ അടുത്ത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ, കോവിഡ്, അതേക്കുറിച്ചൊക്കെ ജനങ്ങൾക്കെല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അതേസമയം മറ്റ് പല പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ അധികമൊന്നും ധാരണയില്ല. നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നതും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നിരിക്കെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ് ഞാൻ. എന്താണ് രോഗം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഏതൊരു പകർച്ചവ്യാധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, ആ രോഗഹേതു അല്ലെങ്കിൽ രോഗാണു, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഹോസ്റ്റ്, ആർക്കാണ് ഈ രോഗം പകർന്നു കിട്ടുന്നത്, കൂടുതലും രോഗികളാവുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, എൻവയൺമെൻറ്റ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നതിന് ഏറ്റവും സഹായകമാകുന്നത് എന്നുള്ളത്. അതിനുശേഷമാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗം എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നതിനെക്കുറിച്ച്, അതിൻ്റെ ചികിത്സകളെക്കുറിച്ച്. ഏറ്റവും ഒടുവിൽ അത്തരമൊരു പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ അത് പടർന്നു പിടിക്കാതിരിക്കാനും നമുക്ക് പകർന്നു കിട്ടാതിരിക്കാനൊക്കെ എന്തൊക്കെ പ്രതിവിധികളാണ് അത് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ നമ്മുടെ ഭരണ നേതൃത്വവും ചെയ്യേണ്ടത് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ മുഴുവനായിട്ടും അറിയേണ്ടതുണ്ട്. അതിന് ഒരുപാട് സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓരോരോ ഖണ്ഡശയായിട്ട് അടുത്ത് വരുന്ന വീഡിയോകളിൽ അത് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് അല്പം ചരിത്രം. നമുക്ക് എത്രയോ നൂറ്റാണ്ടുകളായി ലോകം മുഴുവൻ വീശിയടിച്ച് മരണം വിതച്ചിരുന്ന മഹാമാരികളെക്കുറിച്ച് അറിയാം. വസൂരി, ക്ഷയരോഗം, മലമ്പനി, അതിനിപ്പുറത്ത് പ്ലേഗ്, അതൊക്കെ 5000 വർഷങ്ങൾക്കപ്പുറത്ത് തന്നെ ലോകത്ത് മുഴുവനും എത്രയോ ആളുകളുടെ മരണങ്ങൾക്കും എത്രയോ വൈകല്യങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിരിക്കുന്ന അസുഖങ്ങളാണ്. പക്ഷെ അതിൽ ഇങ്ങോട്ട് ഏതാനും നൂറ്റാണ്ടുകളായിട്ട് മാത്രം നമുക്കറിയാവുന്ന പകർച്ചവ്യാധികളിൽ എടുത്തു പറയേണ്ടുന്നത് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ. സ്പാനിഷ് ഫ്ലൂ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1920കളിലൊക്കെ. അതിലിങ്ങോട്ട് പലപ്പോഴായിട്ടും വന്നു. ഏറ്റവും ഒടുവിൽ 2009 ഏറ്റവും കൂടുതൽ സ്പാനിഷ് ഫ്ലൂ വന്നത്. സ്പാനിഷ് ഫ്ലൂ അല്ല, ഫ്ലൂ വൈറസ്. അതിപ്പോഴും എല്ലാ വർഷവും നമുക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. HIV എന്നുള്ളത് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മാത്രമാണ്. കോവിഡ് എന്നുള്ളത് നമുക്ക് പുതിയ കൊറോണ വൈറസിൻ്റെ വകഭേദങ്ങളിലായി. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾക്ക് അത്രയേറെയൊന്നും ചരിത്രം അവകാശപ്പെടാൻ ഇല്ലാത്ത കുറേയേറെ പകർച്ചവ്യാധികളുണ്ട്. അതിൽ ഈ പറയുന്ന അസുഖങ്ങൾ, നമ്മൾ എലിപ്പനി എന്ന പകർച്ചവ്യാധി, അതിനും ഏതാനും പതിറ്റാണ്ടുകളുടെ ചരിത്രമേ ഉള്ളൂ. ഈ പറയുന്ന ജപ്പനീസ് ബി എൻകഫലൈറ്റിസും ഏതാണ്ട് 150 വർഷത്തിൻ്റെ ചരിത്രം മാത്രമേ ഉള്ളൂ. നൂറ്റാണ്ടുകളുടെ ചരിത്രമൊന്നും അവകാശപ്പെടാൻ ഇല്ല. ഇപ്പോൾ ജപ്പനീസ് ബി എൻകഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ജപ്പാനിലാണ് ആദ്യം കേസ് റിപ്പോർട്ടുണ്ടായത്. സത്യത്തിൽ 1871 ഈ ഒരു അസുഖം അവിടെ റിപ്പോർട്ട് ചെയ്തു. എങ്കിലും ഇന്ന രോഗാണുവാണ് എന്നുള്ള
നിശ്ചയത്തോടു കൂടി ജപ്പാനിൽ നിന്ന് ആദ്യം കേസ് ഡയഗ്നോസിസ് വരുന്നത് 1924 അത് കഴിഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ, ചൈനയിലും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നൊന്നായിട്ട് ഈ ജപ്പനീസ് ബി എൻകെഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇന്ത്യയിലത്തെ കഥ പരീക്ഷണത്തിൽ 1952 ഈ രോഗാണുവിനെ സാന്നിധ്യം 52 തന്നെ ബോംബെയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായി. 55 ഇന്ത്യയിൽ ആദ്യത്തെ കേസ് ജപ്പനീസ് ബി എൻകെഫലൈറ്റിസിൻ്റെ, അത് വെല്ലൂരാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ 55 ശേഷം വല്ലപ്പോഴുമൊക്കെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് എത്രയോ എണ്ണം എന്നുള്ള നിരയിൽ കേസുകൾ നമുക്കുണ്ടായത് ഈ 90-കൾക്ക് ഇങ്ങോട്ടാണ്. ഈ 96-ലും 97-ലും കുറേയേറെ കേസുകളും മരണങ്ങളും ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. 96-ലുണ്ടായിട്ടുണ്ട്, ഏതാണ്ട് 33 മരണങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ട്. 97-ലും അത്ര തന്നെ 19 മരണങ്ങളോ മറ്റോ, ഒരു 200-ൽ താഴെ കേസുകൾ ആ 2 വർഷവും ഉണ്ടായി. പിന്നീട് അത് കഴിഞ്ഞാണ് ഏതാണ്ട് 3000-ഓളം മരണങ്ങൾ തന്നെ ഉണ്ടായ ഖൊരഗ്പൂരിലെ കേസുകളുടെ എണ്ണം അത്രയേറെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്നും അത്ര അറിവില്ലായിരുന്നു. അതിനിപ്പുറത്തോട്ട് വാക്സിനുകളും വന്നു. 2006 തൊട്ടിങ്ങോട്ട് വാക്സിനുകൾ നിയന്ത്രണത്തിൽ വന്നു. സത്യത്തിൽ അതിനു മുമ്പേ തന്നെ മറ്റു രാജ്യങ്ങളിൽ മൗസ് ബ്രെയിൻ വാക്സിൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ചൈനയിൽ നിന്ന് വന്ന ലൈവ് അറ്റന്യൂവേറ്റഡ് വൈറസ് വാക്സിൻ, ചെങ്ഡു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഉണ്ടായിരുന്ന വാക്സിൻ നമ്മൾ 2006 തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയതിൽ പിന്നീടാണ് പതിയെ കേസുകളുടെ എണ്ണം കുറഞ്ഞ് വന്നത്. നമുക്ക് വാക്സിനുകൾ മറ്റ് പ്രതിരോധ കുത്തിവയ്പ്പുകളെ പോലെ ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും എല്ലാവർക്കും കിട്ടുന്ന രീതിയിലല്ല. ഏറ്റവും കൂടുതൽ കേസുകളുള്ള ജില്ലകളിലാണെന്ന് വാക്സിൻ കൊടുത്തുകൊണ്ടിരുന്നത്. 2008-09 കാലഘട്ടത്തിൽ കേരളത്തിനും കിട്ടി ഈ വാക്സിനുകൾ 2 ജില്ലകളിൽ. ഈ നേരത്തെ പറഞ്ഞ എണ്ണം കേസുകൾ നമ്മൾ കേരളത്തിലും മുമ്പ് ഉണ്ടായിരുന്നു. ആലപ്പി, കുട്ടനാടൻ ഏരിയകളിലാണ് കൂടുതൽ ഉണ്ടായത് എന്നുള്ളതുകൊണ്ടാണ് ആ 2 ജില്ലകളിൽ നമുക്ക് വാക്സിൻ കൊടുക്കാൻ സാധിച്ചത്. പിന്നീട് ഒരു മാറ്റം വന്നു. ഈ വാക്സിൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടപ്പോൾ ഒരുപാട് കേസുകൾ കുറഞ്ഞു. അന്നൊക്കെ ഉണ്ടായിരുന്നത് ഈ ഗ്രാമാന്തരീക്ഷത്തിൽ, വയലുകളിൽ അടുത്ത് താമസിക്കുന്നവർക്ക്, ചതുപ്പ് നിലകളിൽ, അവിടെയൊക്കെ ആയിരുന്നു കൂടുതൽ കേസുകൾ ഉണ്ടായിരുന്നത്. പിന്നീട് പതിയെ നഗരപ്രദേശങ്ങളിലേക്കും കേസുകൾ ഉണ്ടായി തുടങ്ങി. 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കായിരുന്നു കൂടുതൽ അസുഖം ഉണ്ടായിരുന്നത് എന്നുള്ളിടത്ത് നിന്ന് അത് പ്രായമുള്ളവരിലേക്കും വന്നു. അതിനിങ്ങോട്ട് വാക്സിനുകൾ പ്രായപൂർത്തിയായവരിൽ കൊടുക്കാൻ തുടങ്ങി. ഏതാണ്ട് ആസാം, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ 42 ജില്ലകളിൽ ഈ വാക്സിൻ പ്രായപൂർത്തിയായവരിലും കോടിക്കണക്കിന് ഡോസുകൾ കൊടുത്തു. അപ്പോൾ അതിലിങ്ങോട്ട് നമ്മൾ 368 ജില്ലകളിൽ മാത്രമായി ഈ ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു പടി നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ട് ഇഞ്ചക്റ്റബിൾ വാക്സിന്, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയുള്ള വാക്സിൻ, ഒന്നുകൂടി മെച്ചമായ വാക്സിൻ നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും കൊടുക്കുന്നു. നമ്മൾ കേരളത്തിൽ ഇനി വരുന്ന നാളുകളിൽ 2 ജില്ലകളിലും കൂടി, കോഴിക്കോടും മലപ്പുറത്തും കൂടി കൊടുക്കാൻ പോകുന്നു. മറ്റ് 2 ജില്ലകളിൽ ഈ വാക്സിൻ IM ആയിട്ട് കിൽഡ് വാക്സിൻ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം.